പേരും പ്രശസ്തിയുമുള്ള വലിയൊരു തറവാടായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ അല്ല എന്നുകൂടി അർത്ഥമുണ്ടല്ലോ. തറവാട്ടിലെ കാരണവരും കൂടെ സഹായിയായി കിട്ടുണിയും. അതാണ് ഇപ്പോൾ ഈ വലിയ തറവാട്ടിലെ ആകെ അംഗസംഖ്യ. കാരണവർക്ക് 2 ആൺമക്കൾ, 2 പേരും വിദേശത്താണ് കുടുംബവുമായി താമസം. വർഷങ്ങളായി തറവാട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിട്ട് ഇപ്രാവശ്യം ഓണത്തിന് മക്കളെല്ലാവരും വരുന്ന വിവരം അറിയിച്ചിരിക്കുന്നു. കാലത്തിന്റെ ഘടികാര സൂചികൾ അക്കങ്ങളിൽ നിന്ന് അക്കങ്ങളിലേക്ക് പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണവരുടെ മനസ്സിൽ പഴയകാലത്തിന്റെ സ്മരണകൾ ഓർത്തിരിക്കുന്നതാണ് ഇപ്പോഴത്തെ വിനോദം. ആ വലിയ തറവാട്ടിലേക്ക് അല്പനേരം നമുക്കൊന്ന് കടന്നു ചെല്ലാം. ടീം സ്വരലയ തയ്യൂർ അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ലഘുനാടകം പറമ്പനാത്ത് തറവാട് അടുത്ത ബെല്ലോടുകൂടി നാടകവേദിയിൽ അരങ്ങേറുന്നു. നാടകരചന സംവിധാനം സുരേഷ് തയ്യൂർ. രംഗത്ത് കാരണവർ സുധാകരൻ തയ്യൂർ, ഹാജിയാർ ഹുസൈൻ തയ്യൂർ, കിട്ടുണ്ണി സുരേഷ് തയ്യൂർ, ദേവാനന്ദൻ സന്ദീപ് തയ്യൂർ. മക്കൾ 1 സുരേഷ് വി കെ തയ്യൂർ, 2 ജയൻ തയ്യൂർ. ചേരണിയും ആവണി വരവായി മഴവില്ലോടക്കോടികളിൽ ചാരുത നിറവായി നറുചിരിയുടെ നേരോടെ തൊടുകുറിയുടെ ചേലോടെ തിരുവോണത്തേരിൽ ചേക്കേറാ വരുമുത്രാടപ്പൂവിളി തൻ ഈരടി പാടിടുവാൻ പൂക്കാലം ചേലണിയും ആവണി വരവായി മഴവില്ലോടക്കോടികളിൽ ചാരുത നിറവായി. കാരണവരെ പകൽക്കിനാവ് കാണുക. ആ ചോറിനെ എത്ര നാഴി അരിയണമെന്ന്. നീ ഇതുവരെ അരിയിട്ടില്ലേ? ഞാൻ റോബോട്ടൊന്നുമില്ല, എനിക്ക് 2 കൈയുള്ളൂ. എന്താ കാരണവരെ ഓണായിട്ട് കസാരയിൽ ഇങ്ങനെ കുത്തിരിക്കുക? മക്കളോ പേരക്കുട്ടികളൊന്നും വരില്ലേ? ആ ആചാരെ ഇപ്പൊ വരും. ഞാൻ ഈ കൊശവനോട് പറയരുതേ, ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് വേഗം ഒരുക്കാൻ. കുട്ടികൾ വരുമ്പോ വിശന്നിട്ടാവും വരികയാണ്. അതെ, ചോറത്തിന് കൂടിയാലും കുറെ ഉണ്ടാവും. കിട്ടണ്ടേ ജി വരുമ്പോ ഈ ബക്കറ്റിൽ കുറച്ച് കഞ്ഞീരെ വെള്ളം എടുത്ത് നമ്മളെ പോത്തുകുട്ടിയൊക്കെ കൊടുക്കാനാണേ. ഓണസദ്യക്കുള്ള അരി ഇടാൻ പോണല്ലോ ഹാജിയരെ. ഇന്നലത്തെ വല്ലതും ഉണ്ടോ നോക്കട്ടെ, ഇത് കളഞ്ഞാവോ? ഇന്നിവിടെ വലിയ ഉത്സവമൂലേ? അതെ, എത്ര നാളത്തെ എന്റെ കാത്തിരിപ്പ. പേരക്കുട്ടികൾ ഇങ്ങനെ മുറ്റത്ത് കൂടി നടക്കുന്നതും അച്ചാച്ചന്റെ താടി പിടിച്ച് വലിക്കുന്നതും മുറ്റത്ത് പൂക്കളം ഇടുന്നതൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങളാ. എത്ര നാളായിട്ട് എന്റെ മുഖത്ത് സന്തോഷം കണ്ടിട്ട്, താനൊന്ന് ഉള്ളിൽ തുറന്ന് ചിരിച്ച് കണ്ടിട്ട് സന്തോഷായിട്ടിരിക്കും ജി. എന്റെ ഹാജിയാരെ, ഇങ്ങനെയൊക്കെ നോക്കിണ്ടാക്കിട്ട് അവസാനം ഇറക്കാൻ കൊടുക്കാനല്ലേ? ബസ്മല്ലാണ്ടല്ലോ ജീവിക്കണ്ടേ? എന്തായി ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഹാജിയാരെ. ആ പാവത്തിന്റെ മനസ്സ് നിറഞ്ഞത് കാലങ്ങളായി ഞാൻ കണ്ടോണ്ടിരിക്കുക. പച്ചപ്പ് നിറഞ്ഞ ആ മനസ്സിനെ മരുഭൂമിയാക്കിയത് മക്കളായിട്ട് തന്നെയാ. കാലങ്ങൾക്ക് ശേഷം ഇന്നാ ആ മുഖത്തൊരു സന്തോഷം ഞാൻ കാണുന്നത്. ഒക്കെ ശരിയാവും. ആ എന്ത് സന്തോഷവും സമാധാനം ഉണ്ടായത് വീടായത്. ഇതുകൂടി കൊടുത്തോളൂ. എന്നാ നമ്മള് പോട്ടെ. ആ പിന്നെ ഇന്നത്തെ ഓണസദ്യ ഇവിടുന്ന് ആവാട്ടോ. ആ ആയിക്കോട്ടെ. ചിങ്ങച്ചിമിഴിൽ മലയാളം പൂവേ പൊലിയാ മുകിലാടച്ചേല ചുറ്റി പൂവിൻ മകളും മേളത്തുടിയിൽ പുലിയാടും നാടിൻ മടിയിൽ ചിരിയുടെ 100 മൊഴികൾ ആവേലേറി ആകാശത്താവണിപ്പം കിട്ടുണ്ണിയെ, മുറ്റത്ത് വണ്ടി വന്നെന്ന് തോന്നുന്നു. ഒന്ന് പോയി നോക്കിയേ. കാരണവരെ, അതും മോൻ തന്നെയാട്ടോ. എന്താ ശരി, ഞാനേ
തിരിച്ചു വന്നിട്ട് കാണാം. പെട്ടി ബാഗൊക്കെ ഞാൻ എടുത്തോളാം. അത് നീ ഏതാ? പെട്ടി ബാഗുമായി സ്ഥിരതാമസമാക്കാൻ വന്നല്ല ഞാൻ. മോളും കുട്ടികളൊന്നും വന്നില്ലേ? ഇല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാ ഞാൻ ഇത്രയും തിരികെ പിടിച്ച് ഇവിടെ വന്നത്. ആ, എനിക്കൊന്ന് ഫ്രഷ് ആവണം. അച്ഛൻ ഒരുപാട് പ്രതീക്ഷിച്ചു കേട്ടോ പേരക്കുട്ടികളെ കാണാനേ. നീ ഇവിടുത്തെ ആരാ പറഞ്ഞ്? ഞാനിവിടുത്തെ പണിക്കാരൻ. പണിക്കാരന് പണി നോക്ക്. വെറുതെ കുടുംബക്കാരനിലോടാ വരണ്ട, മനസ്സിലായോ? ആ, ചെല്ലേ പോയി വെള്ളം ചൂടാക്കി. കിട്ടുമേ, നീ ചെല്ലേ പോയി വെള്ളം ചൂടാക്കി കൊടുക്ക്. അവനോട് അങ്ങനെ ഒന്നും പറയേണ്ടിയിരുന്നില്ല. നിനക്ക് വിഷമായോ? പോട്ടെ, കാര്യക്കണ്ട. ഇത് നല്ല കാര്യായി. എനിക്കെന്ത് വിഷമം? പറഞ്ഞത് ശരി തന്നെയല്ലേ? അല്ലെങ്കിലും നിങ്ങൾ അച്ഛനും മോനും സംസാരിക്കുന്നിടത്ത് ഞാനല്ല ഇടകയറിയത്. വേലക്കാരെപ്പോഴും വേലക്കാരന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കണം. അത് പോട്ടെ, ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ ആ പിള്ളച്ചേട്ടനോട് പറഞ്ഞ അനാഥശാലയും കൊണ്ട് കൊടുത്തോളൂ. അച്ഛാ, ഇവിടുത്തെ പണിക്കാരുടെ വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, അതൊന്ന് ഇറക്കാൻ പറ. നിന്റെ മക്കളും വന്നില്ലേ? ഈ ഓണോത്സവമൊക്കെ അങ്ങ് വിദേശത്തുണ്ട്. പിന്നെ ചേട്ടൻ അർജന്റായിട്ട് വരാൻ പറഞ്ഞുകൊണ്ടാ ഞാൻ ഈ തിരക്കിനിടയിൽ ഓടി പാഞ്ഞു വന്നത്. ചേട്ടൻ വന്നില്ലേ? ഓ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ കൂട്ടുകാരൻ ദേവാനന്ദൻ. ആ, ഇതാണല്ലേ നീ പറഞ്ഞ ശങ്കരൻ തമ്പി? ആള് കാണാൻ ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടായി നിന്റെ ഈ തറവാട്. എടാ, അതെന്റെ അച്ഛനാണ്. ആള് നിൽക്കുമ്പോഴാണോടാ നിന്റെ ഈ തമാശ? അതിനെന്താ, എന്തായാലും ഇന്ന് രാത്രി 2 അടിച്ച് മൊത്തം ഒന്ന് ചുറ്റി കാണണം. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിന്റെ അച്ഛൻ ഈ തറവാടിന് കാവലിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാണാതിരിക്കില്ല. വല്ല രത്നമോ വൈരമോ അങ്ങനെ എന്തെങ്കിലും. നിന്റെ ഈ ഫ്രോഡ് പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല. നീ വാ. എന്താ ഒച്ചപ്പാളും ആളൊന്നും കേൾക്കില്ലല്ലോ? എന്താ കുട്ടികള് വന്നില്ലേ? കാറ് വന്ന് കണ്ടല്ലോ. വന്നു. ഹാജർക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഓണം നേരം പുലർ മുമ്പ് എഴുന്നേൽക്കും. പാടത്തും പറമ്പിലും കഴുതുകളെയോ കൊണ്ട് നെയ്ത പൂക്കുട്ടിയിൽ തുമ്പപ്പൂവും മുക്കിറ്റിപ്പൂവും പറിച്ചിരുന്നൊരു കാലം. എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചിരുന്നു. വായനശാലയിലെ റേഡിയോയിലെ പാട്ടുകളും നാടകങ്ങളും കേട്ടിരുന്ന അന്നത്തെ ആ കാലം. പൂവേ പുലി പാടി ഓണത്തപ്പൻ ഒരേറ്റിരുന്ന നമ്മളൊക്കെ. ഇന്നത്തെ കുട്ടികൾക്ക് അത് വല്ല രക്ഷയുണ്ടോ? പൂവേ പൂവേ പുലി, പൂവേ പുലി, പൂവേ. എന്റെ കിട്ടുന്നേ, ഈ ബാഗ് അവിടുന്ന് വന്നേ. ഈ മനുഷ്യങ്ങനെ താഴ്ന്നിരിക്കുമ്പോ പറയാ പാടൊന്നും അറിയില്ല. എന്നാലും നമ്മള് പറയാ, ഇക്കണ്ട കാലങ്ങളെ പോറ്റി വളർത്തിയില്ലേ ആ അച്ഛനല്ലേ ഇരിക്കണത്. പേരക്കുട്ടികളൊന്ന് കാണാൻ ചോദിച്ചിരിക്കണ ഈ മനുഷ്യനെ. അവരെ ഒന്ന് കൊണ്ടു കാണിച്ചു കൊടുത്തൂടെ?
അച്ഛൻ പറഞ്ഞ് പഴങ്കഥകൾ കേട്ടിരിക്കുന്ന മക്കളല്ല ഇന്നത്തെ മക്കൾ. കാലം മാറുമ്പോ കാലത്തിനനുസരിച്ച് ജീവിക്കാനാ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ പോട്ടെ, വന്ന കാര്യം പറയാം. ഈ വീട് എന്റെ പേരിലാക്കി തരണം. ഞാൻ അവിടെ ഒരു ബിസിനസ് തുറക്കാനുള്ള പ്ലാനുണ്ട്. അതിന് കുറച്ച് ഫണ്ട് വേണം. അതിനുവേണ്ടി ഈ വീടും സ്ഥലവും വിൽക്കണം. അപ്പോ അച്ഛനോ? ഞാൻ നിന്നോട് വന്നപ്പോ തൊട്ട് പറയുന്നതാ, വെറുതെ കേറിയ അഭിപ്രായം വരരുതെന്ന്. നീ ഇത്ര നാൾ അച്ഛനെ പറ്റിച്ചത് ഞാൻ അങ്ങോട്ട് മറന്നു. കേട്ടില്ലേ? എന്നോടും കൂടി വരാൻ പറഞ്ഞപ്പോ കാര്യമില്ലാണ്ടിരിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. വീട് വിൽക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ വിറ്റതിന്റെ പാതി അതെനിക്ക് വേണം. ഇനി ഈ വീടിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തല്ലൂടണ്ട. നിങ്ങളുടെ അമ്മ ഉറങ്ങുന്ന മണ്ണ. അവിടെ 6 അടി മണ്ണ് വെച്ച് ബാക്കി എന്തെങ്കിലും ചെയ്തോ? എനിക്കൊന്ന് കിടക്കണം. എടാ, വീട് എന്തായാലും ചേട്ടൻ എടുക്കും. അച്ഛൻ എന്റെ തലയിലും അതാ നടക്കാൻ പോണേ. എടാ മണ്ട, അങ്ങേരിത് മൊത്തം പൊളിച്ചടക്കാൻ പോവുക. അതിനു മുന്നേ അടിച്ചു മാറ്റാനുള്ളതൊക്കെ അടിച്ചു മാറ്റിക്കോ. എടാ, ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന വീടാണിത്. നീ പറയണ പോലെ ഒരു മണ്ണാങ്കേട്ട ഇവിടെ ഇല്ല. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടക്കട്ടെ. കിട്ടുണ്ണി വാ, 2 അടിക്കാം. ഞാൻ ഈ വക സാധനങ്ങളൊന്നും കഴിക്കാറില്ല. അയ്യേ, വലിക്കാറുണ്ട? പെണങ്ങല്ലേ, വന്നിരിക്കേ. കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്ത് കാര്യങ്ങൾ? ഇരിക്കേ. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ തറവാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നിഗൂഢ രഹസ്യങ്ങൾക്ക് കാവലിരിക്കുന്ന 2 പേർ, നീയും നിന്റെ ഏമാനും. നീ ഇത് കഴിക്കേ. നിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ ഒന്ന് പുറത്തോട്ട് വരട്ടെ. ആനയെ പേടിക്കാൻ ആന പിണ്ടത്തെ പേടിച്ച എങ്ങനെയാ? നീ വന്നപ്പോ തന്നെ നിന്നെ ഞാൻ നോട്ടം വെച്ചതാ. ഇത്രയും പെട്ടെന്ന് കയ്യിൽ കിട്ടുന്നു വിചാരിച്ചില്ല. നിന്റെ കൂടെ വന്നില്ലേ ഒരുത്തൻ, ജയദേവൻ സാറ്. അകത്തെന്തോ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അവരിങ്ങോട്ട് വരട്ടെ. വടിമ പാമ്പ് പോണ പോലെ ഫോണ് ഞാൻ കാണിച്ചു തരാം. അവര് 2 കൂടി വരട്ടെ. അത് 2 മയത്തെ കൊടുക്കും. നീ എന്റെ കൂടെ നിന്നാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞ മാതിരി പകുതി ഷെയർ എനിക്ക് കിട്ടണം. ഓക്കെ അല്ലേ? നിർത്തണ ഹർക്കളെ. സ്വന്തം ഉപ്പാനെ നോക്കാൻ പറ്റാത്ത നിങ്ങളോടാ ഈ സ്വത്തിന് വേണ്ടി തല്ലുംപടി കൂടുന്നത്. നിങ്ങൾക്ക് 2 പേർക്ക് ഈ അച്ഛന് വേണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം, എന്റെ സ്വന്തം അച്ഛനായിട്ട്. നീ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, കാലം മാറുമ്പോൾ കാലത്തിനനുസരിച്ച് ജീവിക്കാനാ നീ നിന്റെ മക്കളെ പഠിപ്പിച്ചതെന്ന്. പക്ഷേ ഞാനത് പഠിച്ചില്ല മക്കളെ. ഇപ്പോ നിങ്ങളിൽ നിന്ന് ഞാനത് പഠിച്ചു. അല്ല, നിങ്ങളെന്നെ പഠിപ്പിച്ചു. തലമുറകളായി കൈമാറി വന്ന തറവാട് ഇത്. എന്റെ കാലശേഷവും ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും വരാം, പോകാം. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. കിട്ടുണ്ണിയെ പിള്ളച്ചേട്ടൻ വിളിച്ചില്ലേ? വിളിച്ചിട്ടുണ്ട്. അവരെത്തിയില്ലോ. ആരാരുമില്ലാത്ത കുറച്ച് കുട്ടികളുണ്ട് ഇവിടെ. കാലം മാറുമ്പോൾ മനസ്സ് മാറാത്ത ഈ അച്ഛൻ പറഞ്ഞ പഴങ്കഥകൾ കേട്ടിരിക്കുന്ന കുറച്ച് കുഞ്ഞു മക്കൾ. അച്ഛന്റെ കാലശേഷം
ഇനി അവർക്കുള്ളതാണ് ഈ തറവാട്, ഈ പരമ്പരാത്ത തറവാട്. തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ മറന്നുപോകുന്ന ചില മുഖങ്ങളുണ്ട്. അത് അച്ഛനാവാം, അമ്മയാവാം, ഉടപ്പിറപ്പുകളാവാം, കൂട്ടുകാരാവാം. പരസ്പരം മനസ്സിലാക്കിയും സ്നേഹവും സൗഹൃദങ്ങളും നിലനിൽക്കുന്ന ഒരു കാലം വിദൂരമല്ല. സ്വന്തം മക്കളെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക. മാവേലി വാണിരുന്ന പഴയ കാലത്തെക്കുറിച്ച്, കള്ളവും ചതിയും ഇല്ലാതിരുന്ന മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ആ പഴങ്കഥകളെക്കുറിച്ച്. വളർന്നുവരുന്ന തലമുറ ചിന്താശേഷിയുള്ള നല്ല മക്കളായി വളരട്ടെ. നന്ദി, നമസ്കാരം. ടീം സ്വരലയ തയ്യോ.